ആയിക്കോട്ടെ. എന്തുവാടേ ഇത്? നീ ഇത് എവിടെ പോയി കിടക്കുവരുന്നത്? എത്ര നേരം ഞങ്ങളിവിടെ കാത്തിരിക്കണം അറിയാം. താമസിച്ചതിന് തക്കതായ ഒരു കാര്യം ഉണ്ടായി. പിന്നെ വേണ്ട വേണ്ട, കൂടുതൽ വായൊന്നും ഒടിക്കണ്ട. അത് പൊട്ടിച്ച് രണ്ടെണ്ണം ഒഴിക്കാൻ നോക്ക്. എന്തുവാടാ നീ കാര്യമുണ്ടെന്ന് പറഞ്ഞത്? പിന്നെ നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരാളെയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ. അതാരാടാ? പിന്നെ ഇഞ്ചക്കാട്ടെ വേലക്കാരി അന്നക്കുട്ടി. അവക്കറിയാൻ വയ്യാത്ത ഒരു രഹസ്യവും അവിടെ ഇല്ല. എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ചന്തക്കവലെ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. അതിനിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു എന്തിനാടാ? ഇവിടെ നിർത്തായി. ഞാൻ അമ്മച്ചയെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുക. അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി, നമുക്ക് അവളെ ഇവിടെ നിർത്താം. അല്ല, നമുക്ക് അവളെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവൂടാ? ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചോ. അച്ചായം വന്ന് അമ്മച്ചോടൊന്ന് പറഞ്ഞേ അവളെ ഇവിടെ നിർത്തായി. വാ നീ കരയാതെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇച്ചയല്ലേ വരുന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു. നമ്മുടെ മരിച്ചുപോയ മറിയുടെ മോള. അവര് നിന്നെ കുറെ എടുത്തിട്ടുള്ളതാ. ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ? അതിനെന്നാ, അമ്മച്ചിക്ക് ഇഷ്ടമുണ്ട് ഇവിടെ നിർത്തിക്കോ. എന്നതാണ് എന്റെ പേര്? അന്നക്കുട്ടി. നിന്നോട് ചോദിച്ചില്ല. അന്നക്കുട്ടി. എന്നാലും അപ്പച്ചന് ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പായിട്ട് അടി വെച്ചെന്നാലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് പറയണേ? അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച? റോയ്, ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട, എന്നെ മുഴുവട്ടാക്കരുത്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപിക്ക്? അപ്പൊ ഞാൻ തെറ്റ് ചെയ്തെന്നാണോ നീ വീണ്ടും പറഞ്ഞു വരണേ? സമ്മതിച്ചു, അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല. വേഗം റെഡിയാവും നോക്ക്, നമുക്ക് കടയിലോട്ട് പോവാം. ഞാനില്ല, എന്റെ മനസ്സിന് തീരെ സുഖമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്കില്ല. അപ്പച്ചൻ നമ്മുടെ ബിസിനസ് ഒക്കെയാണ് പൊളിയട്ടെ. മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ. നീ പോയിക്കോ. ഇല്ല, അത് ശരിയാവില്ല. അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ. റെഡിയായി വന്നേ. വരാനാ പറഞ്ഞത്, വരാനാ പറഞ്ഞത്, വരാനാ പറഞ്ഞത്. വരാൻ പറഞ്ഞാ വരണം. നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന? പാവം അന്നക്കുട്ടി, എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ. അവളിവിടുന്ന് പറഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ടോ? മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക പിശാചിന് ഒരനാഥ പെണ്ണിനെയാ അവള് നോവിച്ചു വിട്ടിരിക്കുന്നത്. നീ പോയി വിളിച്ചിട്ട് വരുമോ? ഇപ്പൊ എങ്ങനെ ഉണ്ടടാ പോയി? അപ്പച്ചന് വേണ്ടി ബാധിക്കാൻ നീ എന്റെ അടുത്ത് വന്നല്ലേ? ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ്. അരിയും തിന്ന് ആചാരിച്ച കടിച്ചതും പോരെ, എന്നിട്ട് നായ്ക്ക് അമറുപുറപ്പെന്ന് പറഞ്ഞ പോലെയായി. ക്ഷമിക്കും തോറും തല കയറുന്നു അല്ലേ? നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഓ, വേണ്ടെങ്കി വേണ്ട, ആകാശോടിഞ്ഞു വീഴത്തൊന്നുമില്ലല്ലോ. എന്താ അമ്മച്ചി ഇത്? ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി വന്ന്. നീ പോടാ അവിടുന്ന്. മേലാൽ അങ്ങയുടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. ശൈലി, ഞാൻ ചോദിച്ചതിന് സമാനം പറ. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റാനുള്ള കാരണം എന്താണെന്ന് പറ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കള്ളം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ പിന്നെ കരച്ചിലിന്റെ അർത്ഥം? ഞാൻ കരഞ്ഞൊന്നുമില്ല, എന്റെ കണ്ണി പൊടി വീണതാ. ഷേളി, ഞങ്ങളോടൊന്നും ഒളിക്കണ്ട. ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? പറ. വേണ്ട ഇച്ചയ, അപ്പച്ചനും അമ്മച്ചിയും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ വീട് ആകെ തകർന്നിരിക്കുക. ഇനി ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട വേണ്ട. റോയ് ഞാനും തമ്മില? റോയിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഷേളി എന്തായി പറയുന്നേ? ഇച്ചയ, ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. റോയി എന്നോട് അപമര്യാദയായി പെരുമാറിയ വിവരം ഒരു കാരണവശാലും അപ്പച്ചനും അമ്മച്ചി അറിയാനിട വരരുത്. മാത്രമല്ല, ഈ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ഇടവരരുത്. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോട്ടെ ചായ. ഷേളി, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഷേളി ഇവിടുന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിന്. അവൻ ചെയ്ത തെറ്റിന് ഷേളിയോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്താ ചായ ഇതൊക്കെ? ഷേളി, ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഷേളി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടായനെ. പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ച് ലക്കില്ലാണ്ട് കയറി ചെല്ലുക, എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക. മദ്യപിച്ചതും അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ചാനായിരിക്കും, ഞാനല്ല. അതെ,
ഭാര്യയുടെ അനിയത്തിയെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. എന്നെ ഇതിനൊന്നും വലിച്ചടക്കണ്ട. എന്തുവാ? എന്നാലും റോയി നിന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അടുക്കുമ്പോഴല്ലേ പലരുടെയും തനിസ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു. എന്ത്? ടെക്സ്റ്റൈൽസിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കാനാ മക്കളുടെ ഗൂഢാലോചന. അപ്പച്ചൻ ഭയങ്കര വാശിയില്ല അമ്മച്ചി. അന്നക്കുട്ടിയെ തിരികെ വിളിച്ചുകൊണ്ട് വരാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാ പറയുന്നത്. അതിനെ എന്റെ ശവം മറികടന്ന് അവളെ ഈ പടിക്കകത്ത് കയറും. ഷൂന്നൊന്നും പറയണ്ട. ഷേർലി മോക്ക്, നീ അയച്ച കത്ത് കിട്ടി. ഇഞ്ചക്കാട്ടുകാരോട് പ്രതികാരം ചെയ്യാനായി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിനോട് കൊച്ചാപ്പന് യാതൊരു യോജിപ്പുമില്ല. കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചതാണ്. പക്ഷെ എല്ലാം വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കുന്നു. ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചുവെന്ന് നീ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കത്ത് നീട്ടുന്നില്ല. സ്വസ്നേഹം, ഡേവിഡ് കൊച്ചാപ്പൻ. റോഹിത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം മുറി വന്ന് നോക്കിയെന്നറിയാമോ? എന്താ കാര്യം ഷെർലി? എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇച്ചായൻ റോഹിയെ വഴക്ക് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷെർലി എന്നെ കുറിച്ച് ഇച്ചായനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇച്ചായൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ കാരണം? പറയാം. എന്നെ ഒരു ഗൂഢാലോചനയാണ് റോയ്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ റോയുമായി വഴക്കുണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം വളർത്തിയെടുത്ത് ടെക്സ്റ്റൈൽസിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റോയെ ഒഴിവാക്കുക. ഇതാണ് ഇച്ചായന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയതാണ് റോയ്. ഷെർലി കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അഭിനയിക്കണം. ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനം കിട്ടും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷെർലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്കറിയാം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മാത്രമാണ് ഇനി എനിക്കറിയേണ്ടത്. അയ്യോ, റോയ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, വാക്കുകൾ കൊണ്ടുള്ള എക്സർസൈസ് നടത്തി ഇനിയും സമയം വെറുതെ കളയണമെന്നില്ല. ഇതാ, ഇനി പറ, തന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? തന്റെ സാരിസത്തിന് ഇരകളായി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് സാരിസ് അല്ല റോയ്. അച്ഛനെ കൊന്നയാളുടെ കുടുംബത്തോടുള്ള എന്റെ പകയാണ്. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴപ്പോഴായി ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ചുങ്കത്തറക്കാരുടെ മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് ചാക്കോച്ച. പകയും വൈരാഗ്യവും വിദ്വേഷവും കൂടിക്കൂടി ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു. മതി, നമുക്ക് ഈ മത്സരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിനെനിക്ക് സമ്മതമല്ലെങ്കിൽ? എങ്കിൽ നഷ്ടപ്പെടാൻ ഇരുകൂട്ടർക്കും ഒരുപാടുണ്ടാവും. പഴയ കഥകളൊന്നും മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല, മറക്കയില്ല. വേണ്ട ചാക്കോച്ച, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചുങ്കത്തറക്കാരെക്കാൾ ഒരു പടി മുന്നിലാണ് ഇന്ത്യക്കാട്ടുകാര്. അത് ഞങ്ങളുടെ മെടുക്കല്ല, കർത്താവിന്റെ അനുഗ്രഹമാണ്. കൊണ്ടുപോയി ഗോറോടെ തള്ളടാ.
നടന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഇനി ഒന്നിനും പോണ്ട. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നോ? ഇത് ഞങ്ങൾ ആണുങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ നടവണ്ട, മാറിക്കാൻ. വേണ്ടടാ, എനിക്കണ്ടടാ, എടുത്തോണ്ട് ഓടി. ഇതൊക്കെ നാണമില്ലടാ നിനക്കൊക്കെ. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് വന്നിരിക്കാ. അങ്ങളെ ഞങ്ങളാരും അവിടെ വേണ്ടടാ, കൂടുതലൊന്നും പറയണ്ട. അടിച്ചൊതുക്കാൻ പറ്റിയില്ലെങ്കിൽ തട്ടിക്കളയടാ. പറയാൻ എളുപ്പമാ, പക്ഷെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ചൂറുമായിരിക്കണമെന്ന് മാത്രം. എങ്കിലൊരു കുഞ്ഞു പോലും അറിയാൻ പോണില്ല. നിനക്കൊക്കെ കേൾക്കണോ? അന്ന് ഇഞ്ചക്കാടന്റെ തലയിൽ കെട്ടിവെച്ച തൊമ്മിച്ചന്റെ കൊലപാതകമില്ലേ, അത് ചെയ്തതേ ഇഞ്ചക്കാടനല്ല. പിന്നെ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇഞ്ചക്കാടനെ പോലെ മറ്റൊരു ശത്രു കൂടി നമുക്കുണ്ടാകുമായിരുന്നു, തൊമ്മിച്ചൻ. അങ്ങളെ വേണ്ട, ഇനി നീയൊന്നൊരു ചുക്കം ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നീങ്ങിയാ മതി. ഇനി ചാക്കോച്ച് കളി കളിക്കാൻ പോവുക. ഈ പെരുന്നാളിന് പ്രസിഡന്റ് എഴുന്നള്ളാൻ ഇഞ്ചക്കാടൻ കാണില്ല. രാവിലെ തന്നെ തിരിച്ചെന്നോ? ഇല്ല, ഒന്നുമില്ല. അപ്പച്ചൻ നമ്മുടെ പുറകെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടാണെന്ന്. എങ്കിൽ പിന്നെ ഇത്രയും സമയമായല്ലോ. നീ വാ. എന്താ കുട്ടി? ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. എന്താ കാര്യം? അവിടെ